നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഒരു ബഡ്ജറ്റ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി A03 Core എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിനകത്ത് പല ബ്രാൻഡുകളും 10,000 താഴെയുള്ള ഫോണുകൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓപ്പോ, വിവോ, റിയൽമി, റെഡ്മി പോലുള്ള ഫോണുകളൊന്നും ഇപ്പോൾ കുറഞ്ഞ ഫോണുകൾ, റേറ്റ് കുറഞ്ഞ ഫോണുകൾ പുറത്തിറക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാംസങ് വളരെ റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ നോർമൽ യൂസിങ്ങിനോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് A03 Core എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ഫോണുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമ്മളെല്ലാ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൽ ഇത്തരത്തിൽ ഫോണിൻ്റെ പേരും അതുപോലെ ഒരു ഫോട്ടോയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇവിടെ ഗാലക്സി A03 Core എന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ്, അതായത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചും 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ, അത് TFT ഡിസ്പ്ലേ ആണ്, HD+ ആണ്. പിന്നെ അതിൻ്റെ ക്യാമറ കാര്യങ്ങൾ അതിനൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും കൊടുത്തുള്ളത്. പിന്നെ താഴെ ഇവിടെ ഇത്തരത്തിൽ 5000 mAh ബാറ്ററി, പിന്നെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്ന് ഇവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ ഈ ഒരു ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. ഞാൻ ഈ ഒരു ഫോൺ ഓൾറെഡി കുറച്ച് നേരം പൊട്ടിച്ച് ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ടോ, എന്നിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ മാറ്റിക്കാം, ഫോണിലേക്ക് വരാം. അതിന് മുൻപ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലൊരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. ഇതൊരു ഫാസ്റ്റ് ചാർജറാണെന്നൊന്നും പറയുന്നില്ല, ഒരു നോർമൽ ചാർജിങ് അഡാപ്റ്റർ തന്നെയാണ് വരുന്നത്. 10 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്. ഒരു ടൈപ്പ് സി അല്ല, നോർമൽ മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സറീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചെറിയ ബോക്സിനകത്ത് ഇതുപോലൊരു പേപ്പർ ബോക്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം സാധാരണ സാംസങ്ങിൻ്റെ ഫോണിനകത്തുള്ള പോലെ തന്നെ വേറെ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല, ഒരു ചെറിയൊരു സിം എജക്റ്റിംഗ് ടൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനകത്ത് മറ്റേ യൂസർ മാനുവലും വാറണ്ടി പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയൊരു ബോക്സിനകത്തും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഒരു ചാർജിങ് കേബിളും ഒരു ചാർജിങ് അഡാപ്റ്ററും മാത്രം. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞ മൊബൈലായിട്ടുള്ള A03 Core എന്ന് പറയുന്നത്. കൈനകത്തിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ ഫോണാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ബോർഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡിസൈനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നിരുന്നാലും ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ തിരക്കേടൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാമറയുടെ ഭാഗമൊക്കെ ആയാലും ഒരു വലിയൊരു റൗണ്ട് ക്യാമറ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻസർ വളരെ ചെറുതാണ്, എന്നിരുന്നാലും ആ ഒരു ഭാഗമൊക്കെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോർഡാണ്. കൈനകത്ത് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെറു ഡിസൈൻ പോലൊക്കെ ഇവിടെ ക്യാമറയുടെ ഭാഗത്തോടെ ഒരു ഷേപ്പിൽ കൊടുക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്. ഒരു 3D കർവ് ഡിസൈനൊക്കെയാണ് ഇവിടെ ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത്. ഇത് മാറ്റ് ഫിനിഷാണ്, അതായത് ഫുള്ളായിട്ട് മാറ്റ് ഫിനിഷാണ്. കയ്യിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്രിപ്പൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് കളറും കിട്ടുന്നുണ്ട്, ബ്ലൂ കളറും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ്. ആ 2 കളർ വേരിയൻറ്റും ഇതുപോലെ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. തിക്നെസ് അത്യാവശ്യം ഉണ്ട്. ഇതൊരു 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ടായിരിക്കാം അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ച് വീതിയുണ്ട്, നല്ല വെയിറ്റും ഉണ്ട് ഈ ഫോൺ എന്ന് പറയുന്നത്. സൈഡിലായിട്ട് ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. അതേ ഭാഗത്ത് തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. ഇപ്പോൾ ഡൈമെൻഷനലി പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. താഴെ നമുക്ക് ഇതുപോലെ ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഒരു മൈക്രോഫോൺ ഹോൾ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു 8000 രൂപ താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൊള്ളാം. അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോൺ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പരമാവധി മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ A03 Core എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫോൺ ഓണാകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. സാധാരണ സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ ഓണാകുമ്പോൾ കാണുന്ന ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വാൾപേപ്പർ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഒരു TFT ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ കൂടി ഒറ്റ നോട്ടത്തിൽ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാൾപേപ്പറിൻ്റെയാണത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട്. തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സാംസങ് ഫോൺ ഓണാക്കുമല്ലോ, അതേ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കുമ്പോൾ കുറച്ച് വലിയൊരു ബെസൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ സൈഡിലേക്ക് വരുമ്പോൾ വളരെ ചെറിയ ഒരു ലൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്, ബെസലൊക്കെയാണ് വരുന്നിട്ടുള്ളത്. പിന്നെ മുകളിലൊരു ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും വളരെ ചെറുതാണ് കണ്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്രയും ചെറിയൊരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുക്കുന്നത്.
അപ്പോൾ വീഡിയോകൾ കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ ടച്ച് സ്മൂത്ത് ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടച്ച് സ്മൂത്തൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല കേട്ടോ. നമ്മൾ നോർമൽ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു ടച്ച് ഫോണൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാവിധ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് നോക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള അധികം ആപ്ലിക്കേഷനൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടായിരിക്കാം വേറെ ഒന്നും കാണുന്നില്ല. സാധാരണ പുതിയ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ ഓൺ ആക്കുമ്പോൾ ഒരുപാട് വേറെ അങ്ങനെ യാതൊരുവിധ ആപ്ലിക്കേഷനുകളോ അനാവശ്യമായിട്ടുള്ള ഒരു ആപ്പും ഇതിനകത്ത് കാണുന്നില്ല. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കീഴിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഡിസ്പ്ലേ ഒക്കെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതിൽ നിന്ന് അവർ നല്ല രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഐക്കണുകളൊക്കെ കണ്ടോ നല്ല വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വയസ്സായ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് അവർക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫോണിൻ്റെ ബാക്കി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എബൌട്ട് ഫോണിനകത്ത് കയറിയിട്ട് ഈ ഫോണിൻ്റെ മോഡൽ നെയിം അതുപോലുള്ള കാര്യങ്ങൾ നോക്കാം. കണ്ടോ അത്യാവശ്യം നല്ല ടച്ച് സ്മൂത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എബൌട്ട് ഫോണിനകത്ത് അവിടെ കയറി കഴിയുമ്പോൾ സിസ്റ്റത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ സാധാരണ ഒരു ഫോണിൻ്റെ പോലെ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ പോലെ ബാറ്ററി ഇൻഫർമേഷനോ അല്ലെങ്കിൽ വേറെ മറ്റ് ഇൻഫർമേഷനോ ഒന്നും ഇതിനകത്തും കൊടുക്കുന്നില്ല കേട്ടോ. അതൊരു ഗോഡ് എഡിഷൻ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്ന ഒരു ആൻഡ്രോയിഡ് വെർഷൻ 11 അതായത് ഇപ്പോൾ ഇറങ്ങുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ എല്ലാം നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചും കൂടി കമ്പയർ ചെയ്യണം കേട്ടോ. ഇത് മറ്റ് വില കൂടിയ ഫോണുകളായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. നമുക്കൊരു 8000 താഴെ നമുക്ക് ഓഫ്ലൈനായിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഫോണുകളുമായിട്ട് മാത്രം ഈ ഒരു ഫോണിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ സോഫ്റ്റ്വെയർ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് ഗെയിമിങ്ങിനൊന്നും ഈ ഒരു ഫോൺ ഞാൻ ആർക്കും പ്രിഫർ ചെയ്യില്ല. നമുക്ക് നോർമൽ യൂസിങ്, അതായത് വാട്സപ്പ്, ചാറ്റിങ്, ഡേ ടു ഡേ ആക്ടിവിറ്റികൾ, ബ്രൗസിങ്, അങ്ങനെയുള്ള കുറച്ച് നോർമൽ കാര്യങ്ങൾ, യൂട്യൂബ് വീഡിയോസ് കാണുക, അതുപോലെ ഓൺലൈൻ ക്ലാസ്, ഗൂഗിൾ മീറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നല്ല രീതിയിൽ ബാറ്ററി ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്യാമറ ഫോണൊന്നുമല്ല. ഇത് നോർമൽ ക്യാമറയാണ്. ഏറ്റവും ഒരു മിനിമലായിട്ടുള്ള ഒരു ക്യാമറ ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു വളരെ ലൈറ്റ് കുറഞ്ഞ ഒരു റൂമിനകത്താണ് എടുക്കുന്നത്. എന്നിട്ടും നല്ല രീതിയിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൂമിങ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. 8 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. 5 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അത്രയേ ഉള്ളൂ. വേറെ മോർ സെറ്റിങ്സിനകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് വീഡിയോ ഇത്തരത്തിലൊരു ഫുൾ HDക്കകത്തും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ ക്യാമറ സെറ്റിങ്സിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ ആയാലും ഫോട്ടോഗ്രാഫിക് ആയാലും ഒക്കെ 30 ഫ്രെയിം സെക്കൻഡിനകത്ത് ഫുൾ HD റെക്കോർഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. വേറെ ക്യാമറ സെറ്റിങ്സ് ഒന്നുമില്ല. സെൽഫി ക്യാമറ 5 മെഗാപിക്സലാണ്. അതൊരു നോർമൽ ക്യാമറ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു സെൽഫി ഫോട്ടോ എടുത്ത് കാണിച്ചു തരാത്തത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഫോൺ തന്നെയാണ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മറ്റ് പല ബ്രാൻഡുകളും വില കുറഞ്ഞ ഫോണുകൾ ഇറക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫോൺ ഇപ്പോൾ വന്നത് പലർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം പ്രൈസ് കുറഞ്ഞ ഫോൺ വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫോൺ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നല്ലൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.